പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇസ്രയേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക, പൊരുതുന്ന പലസ്തീന് ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രത്തിന്റെ പേരാണ് ഇസ്രായേൽ. എങ്ങനെയാണ് അതിനെ നീതീകരിക്കുക? ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? സ്കൂളുകളിലേക്ക്, ആശുപത്രികളിലേക്ക് ഉന്നം തെറ്റാതെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ബോംബിംഗ് നടത്തി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ, ആശുപത്രിയിലെ നിസ്സഹായരായ മനുഷ്യരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് യുദ്ധനീതി, എന്ത് ധാർമ്മികത! ഞങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നക്ഷത്രാങ്കിത ശുഭ്രപതാക പിടിച്ച് ഞങ്ങൾ പന്തങ്ങൾ കൈകളിലേന്തി പാലസ്തീൻ അനുകൂലമായി സയണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഉറക്കെ വിശ്വസിക്കുന്നു, ഇത് ഞങ്ങളുടെ ഈ മുദ്രാവാക്യങ്ങൾ മാത്രമായി അവസാനിച്ചു പോകില്ല, മറിച്ച് ലോകമെമ്പാടും ഉയർന്നുകൊണ്ടിരിക്കുന്ന പാലസ്തീൻ അനുകൂലമായ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങളിൽ ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളും ഈ ശബ്ദവും കണ്ണിചേർക്കപ്പെടുകയാണ്. ആ മഹാനദിയോടൊപ്പം ഒഴുകിച്ചേരുകയാണ് ഞങ്ങളുടെ ശബ്ദവും പ്രതിഷേധ സ്വരങ്ങളും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ ജില്ലാ പ്രസിഡന്റ് വി അനൂപ്, സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാൻ എന്നിവർ സംസാരിച്ചു. VS ശ്യാമ, AM അൻസാരി, LS ലിജു, R ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.